ഞാൻ ഹാപ്പിയാണോ എന്നു ചോദിച്ചാൽ അല്ല. വലിയ നിരാശയിലാണോ എന്നു ചോദിച്ചാൽ അതുമല്ല. ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് 1-1 സമനില വഴങ്ങിയ മത്സരത്തിന് ശേഷം മാധ്യമ സമ്മേളനത്തിന് വന്നപ്പോൾ അത്ര നല്ല മൂഡിലായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിഖായൽ സ്റ്റാറെ. 81-ാം മിനിറ്റിൽ ഡിഫൻഡർ അഷീർ അക്തർ ചുവപ്പ് കാർഡ് കിട്ടി പുറത്തായതോടെ നോർത്ത് ഈസ്റ്റ് 10 പേരായി ചുരുങ്ങിയപ്പോൾ ലഭിച്ച മേധാവിത്വം മുതലെടുക്കാൻ തന്റെ ടീമിന് കഴിയാതെ പോയതിൽ രോഷാകുലനായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന ഫൈനൽ തേർഡിലെ ആശയക്കുഴപ്പം കഴിഞ്ഞ കളിയിലും ആവർത്തിക്കപ്പെട്ടു. 3 മത്സരങ്ങളിൽ ഓരോ ജയവും തോൽവിയും സമനിലയും. ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ഇതുവരെയുള്ള പ്രകടനത്തിൽ ശ്രദ്ധേയമായ 5 കാര്യങ്ങൾ ഇവയാണ്. 3 കളിയിൽ 2 ഗോൾ നേടി മൊറോക്കൻ താരം നോവ സദൂയി ബ്ലാസ്റ്റേഴ്സിന്റെ താരപ്രമുഖനായി മാറിക്കഴിഞ്ഞു. ഡിഫൻസിലെത്തി പന്തെടുത്ത് മധ്യനിരയിലും ഇരുവിങ്ങുകളിലും മാറി മാറി കളിക്കുന്ന 31-കാരൻ നോവയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമെന്നതിൽ സംശയമില്ല. FC ഗോവയിൽ കഴിഞ്ഞ 2 സീസണുകളിലായി 43 കളിയിൽ 23 ഗോൾ നേടിയ നോവ ഇതേ ഫോമിൽ തുടർന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ സ്വപ്നങ്ങൾ കാണാം. നോർത്ത് ഈസ്റ്റ് താരം അലാഡിൻ അജാരിയുമായി കൂട്ടിയിടിച്ച് തല പൊട്ടിയിട്ടും പന്തിൽ നിന്ന് ടച്ച് വിടാതെ അതുമായി കുതിച്ച നോവയുടെ ആറ്റിറ്റ്യൂഡ് പ്രശംസ നേടിക്കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് ഫിനിഷിംഗ് ലൈനപ്പിലാണ്, സ്റ്റാർട്ടിംഗ് ലൈനപ്പിലല്ല. നോർത്ത് ഈസ്റ്റ് മത്സരത്തിന് തലേന്ന് കോച്ച് സ്റ്റാറയുടെ പഞ്ച് ഡയലോഗായിരുന്നു ഇത്. സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കാതെ 2ാം പകുതിയുടെ അവസാന സമയത്തേക്ക് സ്റ്റാറെ കരുതി വെക്കുന്ന ബ്രഹ്മാസ്ത്രങ്ങൾക്ക് കളിയിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോൾ നേടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ക്വാമ പെപ്രെ. നോർത്ത് ഈസ്റ്റിനെതിരെ 2ാം പകുതിയിലിറങ്ങിയ മുഹമ്മദ് ഐമന് ഭാഗ്യക്കേടുകൊണ്ട് മാത്രം ഗോൾ നേടാൻ കഴിയാതെ പോയത് 2 വട്ടം. ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതലയേറ്റപ്പോൾ വെർട്ടിക്കൽ ഫുട്ബോളിനെക്കുറിച്ചാണ് സ്റ്റാറെ ആദ്യം വാചാലനായത്. വിലങ്ങനെയുള്ള പാസുകൾക്ക് പകരം എതിർ ഗോൾ മുഖത്തേക്ക് നേരിട്ടെത്തുന്ന ഫോർവേഡ് പാസുകൾക്ക് തന്റെ ശൈലിയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അഡ്രിയൻ ലൂണയുടെ അഭാവത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട പ്രശ്നം ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് ഇല്ല എന്നതായിരുന്നു. ടീമിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ കുറവാണെന്നതും പ്രശ്നമായി. യുവമലയാളി താരം വിപിൻ മോഹനന് മത്സരപരിചയം കൂടുന്നതോടെ മധ്യനിര കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പായും പ്രതീക്ഷിക്കാം.